രാധാകൃഷ്ണൻ ഈ വെള്ളാപ്പള്ളി കുറെ സത്യം വിളിച്ചു പറഞ്ഞു. സത്യം ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, പലർക്കും നൊന്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ കേരളത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാവും, അവരുടെ ഭരണമായിരിക്കും, സർവ്വവ്യാപിയായിരിക്കും ലീഗ് എന്ന് പറയുന്നുണ്ട്. UDF അത് തീരെ പിടിക്കുന്നില്ല. അപ്പോൾ VD സതീശനെ കുറെ ചീത്ത പീറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ മുസ്ലിം ലീഗ് കേരളം ഭരിക്കും എന്നുള്ള ആ ഒരു പേക്കിനാവ്, വെള്ളാപ്പള്ളിയുടെ പേക്കിനാവ് സത്യമാകാൻ സാധ്യതയുണ്ടോ? അല്ല, അതേ ഒരു ചെറിയൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ കാലിക്കറ്റ് കോഴിക്കോട്, ഇന്നലെയാണോ മിനിയാന്നാളോ എന്നറിയില്ല, കോഴിക്കോട് സർവകലാശാലയുടെ യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ 5 ജനറൽ പോസ്റ്റുകളിൽ UDF ആണ് ജയിച്ചിരിക്കുന്നത്. 5 ജനറൽ പോസ്റ്റുകളിൽ 4 എണ്ണം ജയിച്ചിരിക്കുന്നത് MSFും 1 എണ്ണം KSUവുമാണ്. ഇത് ഒരു സൂചനയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടി ഒറ്റ കക്ഷിയായിട്ട് UDFൽ വരാനിടയുള്ളത് മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിന് വോട്ടുണ്ട്, കോൺഗ്രസ്സിന് വോട്ടില്ല എന്നുള്ള കാര്യം, ആ നഗ്ന സത്യം നമ്മുടെ പാലോടി രവി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോടോ സഹപ്രവർത്തകനോടോ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ തന്നെ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. ശ്രദ്ധിച്ചിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഞാനത് മുഴുവൻ കേട്ടു അദ്ദേഹത്തിൻ്റെ. പാലോടി രവിയുടെ കഥയിലുള്ള വേറൊരു സംഭവം, പാലോടി രവി സംസാരിച്ചത് ജലീൽ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഭാരവാഹിയോടാണ്. അത് രവിയെ പുറത്താക്കിയത്. രവിയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ലീക്ക് ചെയ്ത് കൊടുത്തു. ഇത് ലീക്ക് ചെയ്ത് കൊടുക്കുകയും അത് കിട്ടിയ ഉടനെ തന്നെ ജലീലും ലീഗിൻ്റെ ഏജൻ്റാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അല്ല, അങ്ങനെ അതിനകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം ആധിപത്യമുള്ള സർക്കാർ ഉണ്ടാകണം എന്നുള്ളത് ന്യായമായിട്ടും മുസ്ലിം ജനത ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിം ജനതയുടെ ആഗ്രഹം. പക്ഷേ അതിൽ പാലോട് രവി പറഞ്ഞത് തന്നെ CPM തന്നെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നാണല്ലോ. അല്ല, അത് രവിയുടെ ഒരു അസസ്മെൻറ്റ് രവി പറഞ്ഞതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ BJPക്കെതിരെയുള്ള രവിയുടെ ഒരു കുത്താണത്. കാരണം BJP വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ CPM അധികാരത്തിൽ വരും. അപ്പോൾ CPMനോ അധികാരത്തിൽ വരുത്താതിരിക്കാൻ വേണ്ടി BJPക്ക് വോട്ട് കൊടുക്കരുത് എന്നുള്ള തിയറി അവതരിപ്പിച്ചാണ്. അത് ഇവർക്ക് മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണ് അതിൻ്റെ രത്നച്ചുരുക്കം? എന്താണ് രത്നച്ചുരുക്കം? മറ്റേ പാലോട് പറഞ്ഞത് അല്ല, രവി പറഞ്ഞത് ഒരു കാരണവശാലും BJPക്ക് വോട്ട് ചെയ്യണമെന്നല്ലോ പറഞ്ഞത്. ഇതാണ് പോക്ക് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേരെ ചൊവ്വേ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വോട്ട് BJPക്ക് പോവുകയും BJP കൂടുതൽ വോട്ട് പിടിക്കുന്നതോടുകൂടി CPM വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യരുത്. പക്ഷേ അങ്ങേക്ക് ചെയ്യാവുന്നൊരു കാര്യം, അങ്ങയുടെ പാർട്ടിയോട് പറഞ്ഞിട്ട് പാലോട് രവിക്ക് തിരുവനന്തപുരത്ത് BJPയുടെ ഒരു സീറ്റ് മേടിച്ചു കൊടുക്കാവുന്നതാണ്. എന്തായാലും അതിനെക്കുറിച്ച് പാർട്ടി കാര്യങ്ങളൊന്നും ഞാൻ ഈ വേദിയിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതിന് കമൻറ്റും പറയുന്നില്ല, അത് വിടുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ തിയറിയാണ് പറഞ്ഞത്. ഇതാണ് തിയറി. ആ തിയറി പ്രചരിപ്പിക്കണം എന്നാണ് പാലോടി രവി പറഞ്ഞത്. പക്ഷേ പാലോടി രവി BJPക്ക് അനുകൂലമായി സംസാരിച്ചു എന്ന തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് BJPയെ വകവരുത്തണം എന്നാണ്. രാധാകൃഷ്ണൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് എന്തെങ്കിലും മുൻതൂക്കം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം വരുന്നതാണ്. അതിൻ്റെ കൂടെ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് കോൺഗ്രസിനേക്കാൾ കിട്ടും എന്ന് ഉദ്ദേശിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയായിട്ട് വരാൻ പോകുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം തന്നെ വലിയ വിലപേശൽ നടത്തണം സീറ്റുകൾക്ക് വേണ്ടി. സീറ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, തെക്കുമൊക്കെ സീറ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എവിടെയാണ് ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് തകർന്നിരിക്കുന്നതല്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് തകർന്നിരിക്കുന്നു. പിന്നെ അത് വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം കോൺഗ്രസിനകത്ത്. പിന്നെ രാധാകൃഷ്ണൻ പറയുന്ന ഈ തിയറിക്ക് ഉപോത്ഫലകമായി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ. ആണ്. അപ്പോൾ ഹൈക്കമാൻഡ് അത് വകവെച്ച് കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കും എന്ന് മാത്രമല്ല,
സോണിയയുടെ നിർദ്ദേശമനുസരിച്ച് വന്നിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഈ ചരമവാർഷിക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധി 2 പ്രമുഖ സഭകളുമായിട്ടുള്ള വോട്ടിൻ്റെ തെരഞ്ഞെടുപ്പ് ധാരണ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചങ്ങനാശ്ശേരിയിൽ സംസാരിച്ചിരുന്നു. ആ സംഭാഷണം അതൊന്നും ഇപ്പോൾ നമുക്ക് ഈ വാർത്തകൾ പോലും അതൊന്നും ആകുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് കേരള കോൺഗ്രസുകൾ മുഴുവൻ ഒന്നിക്കണം എന്നും അത് പിന്നീടാണ് ആ അഭിപ്രായം വന്നത്. രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷം ആ അഭിപ്രായം വരുന്നതിന് മുൻപ് 2 സഭകളുടെ 2 പ്രമുഖരായിട്ടുള്ള സഭാ മേലധ്യക്ഷന്മാരുമായിട്ട് ഇദ്ദേഹം സംസാരിച്ചു. ആ 2 സഭകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആ 2 സഭകളും പരമ്പരാഗതമായി UDF അല്ലെങ്കിൽ കോൺഗ്രസിനോ വോട്ട് ചെയ്യുന്നവരാണ്. ആ 2 സഭകളും കുറേ കാലമായിട്ട് ഒരിടക്കാലത്ത് കോൺഗ്രസുമായിട്ടൊരു ചെറിയ അകൽച്ച വന്ന ആ അകൽച്ച പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആ മെത്രാന്മാരെയൊക്കെ കണ്ട ശേഷം ആന്റണിയും കണ്ടല്ലോ. സാധാരണഗതിയിൽ ആന്റണി അങ്ങനെ കാണാൻ താല്പര്യപ്പെടില്ലല്ലോ. അപ്പോൾ അവർ തമ്മിൽ എന്തായിരിക്കും? അല്ല, ആന്റണി ആ പറഞ്ഞതിലൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിപ്പോൾ നമ്മളാരെങ്കിലുമൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അങ്ങോട്ട് പോയി കാണേണ്ടി വന്ന ആന്റണി അങ്ങോട്ട് പോയി കാണാൻ ബാധ്യസ്ഥനാണ്. കാരണം ആന്റണി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സർവാധികാര്യക്കാരനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ ആന്റണി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബഹുമാനിതനാകുന്ന ആരാണ്? രാഹുൽ ഗാന്ധി അല്ല, ആന്റണിയാണ്. ആന്റണി അതോടുകൂടി ബഹുമാനിതനാകുകയാണ്. ഇനി മലബാറിലും മുസ്ലിംസിന് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന സീറ്റുകളില്ല. മലപ്പുറം മാത്രമല്ല ഉള്ളത്, കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, പാലക്കാടിൻ്റെ മണ്ണാർക്കാട് ആ പ്രദേശങ്ങളുണ്ട്, തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിനും മുസ്ലിം ജനങ്ങൾക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാനങ്ങളില്ലേ, അവിടെയൊക്കെ അവർ നിർണായകമല്ലേ. ഇപ്പോൾ പാലക്കാട് അസംബ്ലി സെഗ്മെൻറ്റ് പോലും ഈ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് കോൺഗ്രസ് വഴങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടാകാനും UDF തോൽക്കാനും സാധ്യതയില്ലേ? അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സ്റ്റാൻഡ് എന്താണെന്നും കൂടി അറിയേണ്ടതുണ്ട്. അതും കൂടി അറിയേണ്ടതുണ്ട്. ആ സമയമാകുമ്പോഴേക്കും മാണി ഗ്രൂപ്പ് UDFിലേക്ക് വരാം. അല്ല, മാണി ഗ്രൂപ്പ് ഇപ്പോൾ ഒരു വലിയ ശക്തിയൊന്നുമില്ല. അത് എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഈ സഭാ അധികാരികൾ എടുക്കുന്നൊരു തീരുമാനവും അതിനൊപ്പിച്ചാണ് നിൽക്കുക. അല്ലാതെ അത് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. BJPക്ക് കുറച്ച് സീറ്റ് കിട്ടുമല്ലോ അടുത്ത നിയമസഭ, ഉറപ്പായിട്ടുണ്ടാവും. ആ സീറ്റുകൾ ഇപ്പോൾ UDFിൻ്റെ വോട്ടിലേക്കല്ലേ കൂടുതൽ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് LDFിൻ്റെ വോട്ടായിക്കൂടാ? LDFിൽ നിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ. അത് ഒരു കാര്യം പറഞ്ഞു തരാം. കാരണം എന്തായാലും ശരിയാണല്ല, ഈ BJPയുടെ ഒരു ഫസ്റ്റ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹിന്ദുക്കളാണ്. ഹിന്ദു വോട്ട് ബാങ്കാണ് ഫസ്റ്റ് വോട്ട് ബാങ്കായിട്ട് വരിക BJPക്ക്. അതിനുശേഷം ബാക്കി ഏത് വോട്ട് ബാങ്കും വരുന്നുള്ളൂ, ഏത് തരത്തിലുള്ളതും വരുന്നുള്ളൂ. അത് പരമ്പരാഗതമായിട്ടൊരു ഹിന്ദു വോട്ട് ബാങ്ക് ഏതാണ്, ഹിന്ദു പാർട്ടി ഏതാണ്? അത് ലെഫ്റ്റാണ്, CPM ആണ്. അപ്പോൾ BJP ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് പക്ഷം ദുർബലമാവുക എന്നുകൂടിയാണ് അർത്ഥമുണ്ട്. കാരണം അതിൻ്റെ സാങ്കേതികമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയല്ലേ വരുള്ളൂ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതായത് അടുത്ത 3ാമത്തെ ഊഴം പിണറായിക്ക് കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ LDFിലെ ഹിന്ദു വോട്ടുകൾ ചോർന്ന് BJPയിലേക്ക് പോകണം. അങ്ങനെയാണ് BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നത്. അല്ല, BJPക്ക് ഞാൻ ചോദിക്കട്ടെ, BJPക്ക് അതല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ BJPക്ക് അങ്ങനെ ജയിക്കത്തക്ക വിധത്തിലുള്ള വോട്ട് എവിടെ നിന്ന് വരുമെന്നൊരു ചോദ്യമില്ലേ? അതുണ്ട്. ആളുകൾ പലതും പറയും. പക്ഷേ അതിൻ്റെ സാങ്കേതികമായിട്ടും അതിൻ്റെ അല്ലാത്ത രീതിയിലും ഇപ്പോൾ ഒരു 50-55 കൊല്ലക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും നിരീക്ഷണത്തിലും ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അങ്ങ് ഒരു 50 കൊല്ലം കാണും, ഞാനൊരു 5 കൊല്ലം കൂടുതലുമുണ്ട്. ഇത്രയും കാലം നമുക്ക് കേരള രാഷ്ട്രീയം എങ്ങനെയാണ് നീങ്ങിയേക്കണേന്ന് അറിയാൻ പറ്റും.
കേരള രാഷ്ട്രീയം ഈ പറയുന്ന രീതിയിൽ ആദർശത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്ത കാലം ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ്, വെറുതെ പറയുന്നതാണ്. കേരള രാഷ്ട്രീയം 1957 പോലും ഇല്ല. 57 ഹിന്ദു ബാക്ക്ലാഷ് അല്ലേ ഉണ്ടായത്. കാരണം ശബരിമല വിഷയത്തിൻ്റെ ഗുണഭോക്താവായത്, ആദ്യത്തെ ശബരിമല വിഷയത്തിൻ്റെ ഗുണഭോക്താവ് 21 മാപ്പിള കലാപത്തിൽ മലബാറിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി ഇവിടെ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ അഭയം പ്രാപിച്ച EMS ആയിരുന്നു. EMS ആണ് അതിൻ്റെ ശബരിമല തീവെപ്പ് കൊണ്ട് ഗുണം കിട്ടിയ ഒരു കക്ഷി ആരാണെന്ന്, ഒറ്റ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന ബഹുമതിക്ക് അർഹനാകുന്നത് ശബരിമല ശാസ്താക്ഷേത്രം തീവച്ചതിൻ്റെ ഗുണഭോക്താവായിട്ടാണ്. അപ്പോൾ എന്നും അങ്ങനെയല്ലേ വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണമുണ്ട്. 1921 കോൺഗ്രസ് മുഴുവനായി സമ്പൂർണ്ണമായി തന്നെ ഈ മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ഗാന്ധിജി തള്ളിപ്പറഞ്ഞിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാർ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്തു. ആ ഭാഗം പലപ്പോഴും മൂടി വെക്കാറാണ് പതിവുള്ളത്. കോൺഗ്രസിന് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ആ ഗ്യാപ്പിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിം ജനവിഭാഗം എന്നും അവരുടെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് നിന്നേക്കണം. അതല്ലാതെ അവർ ഈ പറയുന്ന രീതിയിൽ ഒരു ആദർശത്തിൻ്റെ പേരിലുള്ള ഒരു പാർട്ടിയുടെ പേരിൽ നാഷണൽ പാർട്ടിയിലല്ല അവർ നിൽക്കുന്നത്. അവർ 1908 മറ്റേ ലീഗ് ഉണ്ടാക്കുന്ന കാലം തുടങ്ങി അവർ സെപ്പറേറ്റാണ് നിന്നിട്ടുള്ളത്. കേരളത്തിലും അത് തന്നെയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ ആദർശം എല്ലാ റോട്ടിൽ കൂടിയും ആദർശം ഒഴുകുന്നുണ്ടെന്നാണല്ലോ പറയണത്. ആദർശം പകർന്ന് നടക്കുകയാണ്. ഈ ആദർശം പറന്ന് നടക്കുന്ന കേരളത്തിൽ മുസ്ലിം ജനത എന്നാണ് ഒരു നാഷണൽ പാർട്ടിയിൽ ചേർന്നേക്കണം? ഒരു കാലം പറഞ്ഞു തരൂ. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ? ഇല്ല, അപൂർവമായിട്ടുണ്ട്. ഒരു MB ചിവാവയും പിന്നെ കുറച്ച് പേരുമാണ് വന്നേക്കണം, അല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല. കോൺഗ്രസ്സിലുണ്ടോ? കോൺഗ്രസ്സിൽ കുറച്ച് പേരുണ്ട്, അവർ ദേശീയ മുസ്ലിം നിലക്കാണ് അറിയപ്പെട്ടത്. പക്ഷേ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം പേരും മുസ്ലിം ലീഗിൻ്റെ അതിലാണ് അഭയം കണ്ടെത്തിയത്. മുസ്ലിം ലീഗിനോട് വിയോജിപ്പുള്ളവരും വേറെ മുസ്ലിം പാർട്ടികളാണ് ഉണ്ടാക്കുന്നത്. അവരൊന്നും ഒരു ദേശീയ കക്ഷിയുടെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നില്ല. ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ എന്തോ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ആദർശം സംഭവിക്കുന്നുണ്ട് എന്ന് ഈ പഴയ SFIക്കാരായിരുന്നതിന് ശേഷം, അന്ന് ഇവരൊക്കെ SFIക്കാരായിരുന്ന സമയത്ത് ഈ ഗുവേര ബൊളീവിയൻ കാടുകളിലൂടെ നടന്ന രീതിയിൽ ക്യാമ്പസിൽ നടന്നതിന് ശേഷം ഗതി കിട്ടാതെ മാധ്യമങ്ങളിൽ പോയിരിക്കുന്നവരുണ്ടല്ലോ, അവരിപ്പോൾ ഇരുന്ന് വിപ്ലവം പറയുന്നത് ഇത് ഇടത് മനസ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ചിലർ? ഇടത് മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കുന്ന എന്ത് ഇടത് മനസ്സ്? ഇടത് മനസ്സിൻ്റെ പേരിലല്ല. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായപ്പോഴാണ് അതിൻ്റെ ഗുണഭോക്താവായിട്ടാണ് 57 മന്ത്രിസഭ വരുന്നത്. അതിനുശേഷം എന്നും അങ്ങനെ തന്നെയാണ് മാറി മാറി ഭരിച്ചത്. ഹിന്ദുക്കളുടെ വോട്ട് ഇങ്ങോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് വരുമ്പോൾ ഇടതുപക്ഷം വരും. ഇപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.